പരിശുദ്ധ മാതാവിൻ്റെ ഒരു കീർത്തനം ആലപിച്ച് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നന്മ നിറഞ്ഞോരമ്മേ അതിധന്യേ അതിധന്യേ രാജകന്യേ, നന്മ നിറഞ്ഞോരമ്മേ അതിധന്യേ അതിധന്യേ രാജകന്യേ, കന്യാമറിയേ നീ കരുണ കടലല്ലോ, താങ്ങും തണലും ഞങ്ങൾക്കെന്നും തായേ നീയല്ലോ, തായേ നീയല്ലോ. നന്മ നിറഞ്ഞോരമ്മേ അതിധന്യേ അതിധന്യേ രാജകന്യേ, പാപത്തിന്മരുവിൽ പാതകളിരുളും മക്കൾക്കെന്നും കൈത്തിരിയാവതു മരിയേ നീയല്ലോ, മരിയേ നീയല്ലോ. നന്മ നിറഞ്ഞോരമ്മേ അതിധന്യേ അതിധന്യേ രാജകന്യേ, അതിധന്യേ രാജകന്യേ. കർത്താവിന്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു, പരിശുദ്ധാത്മാവാൽ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാവട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവേശ്വര, മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിന്റെ മഹിമ പ്രാപിക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹാ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സ്തുതി കൊടുത്ത് അടുത്തുള്ള അവരവരുടെ സീറ്റുകളിലേക്ക് ഇരിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
വിമലഹൃദയ പ്രതിഷ്ഠയ്ക്കുള്ള ഒരുക്കത്തിൻ്റെ 23ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്ന് ഓഗസ്റ്റ് 5. നമ്മളിപ്പോൾ ആയിരിക്കുന്നത് 2ാം ഘട്ടത്തിൻ്റെ 2ാമത്തെ ആഴ്ചയിലാണ്. ആദ്യത്തെ ഘട്ടം ലോകത്തിൻ്റെ അരൂപിയെ കീഴ്പ്പെടുത്താൻ വേണ്ടിയുള്ള വലിയ ഒരുക്കങ്ങളും പ്രാർത്ഥനകളും. ആ 12 ദിവസം കഴിഞ്ഞു. 2ാം ഘട്ടം 7 ദിവസം വീതമുള്ള 3 ആഴ്ചകളാണ്. 1ാമത്തെ ആഴ്ച ആത്മജ്ഞാനം പ്രാപിക്കുക എന്നതിനെക്കുറിച്ചായിരുന്നു. ആ ഒരു 1ാമത്തെ ആഴ്ച കഴിഞ്ഞു. 2ാമത്തെ ആഴ്ച പരിശുദ്ധ മാതാവിനെ ആഴത്തിൽ അറിയുക എന്നുള്ളതാണ്. അതിൻ്റെ 3 ദിവസം പിന്നിട്ടു. ഇനി 4 ദിവസങ്ങളുണ്ട്. അതിനിടയിൽ മിഡിലായിട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ് 2ാമത്തെ ആഴ്ചയുടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി, ഇന്ന് പരിശുദ്ധ മാതാവിനെക്കുറിച്ച് എന്നതിനേക്കാൾ കുറച്ച് ആത്മീയ കാര്യങ്ങൾ നമ്മളുടെ ഹൃദയത്തിൽ നമ്മൾ അടിസ്ഥാനപരമായി സൂക്ഷിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ സാത്താൻ നമ്മളെ കബളിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അതിനെക്കുറിച്ച് ഒരു മുന്നറിയിപ്പ് തരേണ്ടത് ആവശ്യമാണെന്ന് പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഭക്തി എല്ലാ ജീവിത രീതികളിലും ഉള്ളവർക്ക് അനുയോജ്യമാണ്. എല്ലാ ജീവിതാന്തസ്സിലുള്ളവർക്ക് ദൈവഭക്തി അനുയോജ്യമാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ വളരെ നല്ല വിധത്തിൽ അടിസ്ഥാനപരമായി മനസ്സിലാക്കണം. സാത്താൻ ഇതിനിടയിൽ പ്രവർത്തിക്കും. പിശാചിന് തട്ടിപ്പുണ്ടാവും. എന്താ പിശാചിന് തട്ടിപ്പ്? ലൊറൻസോ സ്കൂപ്പോളി അദ്ദേഹത്തിൻ്റെ ആ അദൃശ്യ പോരാട്ടം എന്ന പുസ്തകം, ഇത് സോഫിയ ബുക്ക് ഹൗസ് പ്രസിദ്ധം ചെയ്തിരിക്കുന്ന നല്ലൊരു പുസ്തകമാണ് അദൃശ്യ പോരാട്ടം, ലൊറൻസോ സ്കൂപ്പോളിയുടെ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പുസ്തകമാണിത്. അതിനകത്ത് അദ്ദേഹം പറയാണ്, ആത്മാവിനെ ബുദ്ധിമുട്ടിക്കാൻ കണ്ടെത്താവുന്ന എല്ലാ മാർഗങ്ങളും രീതികളും ശത്രുവായ പിശാച് ഉപയോഗിക്കുന്നു. ആത്മീയ ജീവിതത്തിൻ്റെ ശത്രുവുണ്ട്. അത് നമ്മുടെ നിത്യനാശം ആഗ്രഹിക്കുന്ന ദുഷ്ടപിശാചാണ്. ആ ദുഷ്ടപിശാചായ ശത്രു എന്തു ചെയ്യും? നമ്മുടെ ആത്മീയ ജീവിതത്തെ വഴിമുട്ടിക്കാൻ, ആത്മാവിനെ ക്ലേശിപ്പിക്കാൻ കണ്ടെത്താവുന്ന എല്ലാ മാർഗങ്ങളും എല്ലാ രീതികളും എല്ലാ ദിവസവും അവൻ അവലംബിക്കും. ഹൃദയത്തിലേക്ക് ഉപരിപ്ലവങ്ങളായ ഭീതി കൊണ്ടുവരും. ഭീതി, അയ്യോ എനിക്കിത് പറ്റുമോ, എനിക്കിത് സാധിക്കുമോ, ഇതൊക്കെ വിശുദ്ധന്മാർക്കൊക്കെ ഉള്ള വഴിയായിരിക്കും, എന്നെക്കൊണ്ട് പറ്റുമോ തോന്നണില്ല, എനിക്ക് തീരെ പ്രായം കുറവല്ല, ഇത് മുതിർന്നവർക്കുള്ളതായിരിക്കും, അയ്യോ ഞാനൊക്കെ സാധാരണക്കാരല്ലേ, തൊഴിലാളികൾ, വലിയ വലിയ പ്രാർത്ഥനക്കാർ, സന്യാസികൾക്കൊക്കെ ഇത് പറ്റുമായിരിക്കും. ഇങ്ങനെയൊക്കെ പല മനസ്സിൻ്റെ ഉള്ളിൽ ഉപരിപ്ലവങ്ങളായ ചിന്തകൾ കൊണ്ടുവരും അവൻ. ആ ഉപരിപ്ലവമായ ചിന്ത കൊണ്ട് എന്തു ചെയ്യും? നമ്മളെ വീർപ്പ് മുട്ടിക്കും. ആത്മാവിൻ്റെ ബലഹീനത അത് വർദ്ധിപ്പിക്കും, ആത്മാവിനെ ക്ലേശിപ്പിക്കും. അത്യാവശ്യമായ മനോഭാവങ്ങൾ സൂക്ഷിക്കുന്നതിൽ നിന്നും, അത്യാവശ്യമായ മനോഭാവങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ ദൈവം എന്നെ രക്ഷിക്കും, എൻ്റെ ദൈവത്തിൻ്റെ സഹായത്താൽ ഞാൻ വിജയം വരിക്കും, ദൈവത്തിൻ്റെ കൃപയാൽ ഞാൻ സ്വർഗത്തിലെത്തും, ഇങ്ങനെയുള്ള വിശ്വാസത്തിൻ്റെയും ശരണത്തിൻ്റെയും ദൈവസ്നേഹത്തിൻ്റെയും ചിന്തകൾ, അത്യാവശ്യ മനോഭാവങ്ങൾ, അത്യാവശ്യമായ മനോഭാവങ്ങൾ സൂക്ഷിക്കുന്നതിൽ നിന്നും കുംഭസാരം, ദിവ്യകാരുണ്യ സ്വീകരണം, പ്രാർത്ഥന തുടങ്ങിയവയിൽ നിന്നും സന്തോഷം നുകരുന്നതിൽ നിന്നും അത് നമ്മെ തടയും. അങ്ങനെയുള്ള ചിന്തകൾ മനസ്സിൽ വെക്കാൻ സമ്മതിക്കില്ല. അത് പറയും കുമ്പസാരം, അതിപ്പോൾ വേണ്ട, ലോക്ക്ഡൗൺ കഴിയട്ടെ, പിന്നെ എങ്ങാനും ആകട്ടെ, ഇപ്പോൾ ആരെ കുമ്പസാരിക്കാൻ വേണേ, ഇപ്പോൾ എല്ലാവരും കുമ്പസാരമൊന്നും ഇല്ലാതിരിക്കുക. ഇങ്ങനെ ഓരോരോ ചിന്തകൾ തന്ന് കുംഭസാരം, ദിവ്യകാരുണ്യ സ്വീകരണം, ദിവ്യബലി അർപ്പണം, ബൈബിൾ വായന, പ്രാർത്ഥന, ജപമാല അർപ്പണം, വചനം കേൾക്കൽ, ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നും നമ്മളെ തടയും. എന്നാൽ അവയിലൂടെ, അതിൻ്റെ നടുവിലൂടെ നമ്മൾ നടക്കുമ്പോൾ ഇതിൻ്റെ നടുവിലൂടെ നടക്കണം. സിംഹത്തെ അതിൻ്റെ കൂട്ടിൽ കയറി ആക്രമിക്കണം. ഇതിൻ്റെ എല്ലാം നടുവിലൂടെ തന്നെ വിനയാന്വിതമായ ധൈര്യത്തോടും സ്നേഹത്തോടും കൂടി നമ്മൾ കടന്നു പോകണം. ഇതാണ് ദൈവത്തിൻ്റെ പദ്ധതി. എന്നാൽ പിശാച് അതിന് സമ്മതിക്കില്ല. പിശാച് ആശയക്കുഴപ്പം, ഭീതി, ടെൻഷൻ, ഇതെനിക്ക് സാധിക്കുമോ എന്നുള്ള ഒരു നിരാശ നിറഞ്ഞ ചിന്ത, ഇതെല്ലാം പിശാച് വിതയ്ക്കും. അവൻ വന്ന് കള വിതയ്ക്കുന്നവനാണ്. ആ ഭൃത്യന്മാർ ചോദിച്ചു, യജമാനെ നമ്മൾ നല്ല വിത്തല്ലേ വിതച്ചത്, പിന്നെ ഈ കളകളെല്ലാം എങ്ങനെയാണ് വളർന്നു വന്നത്? അപ്പോൾ യജമാനൻ പറഞ്ഞു, അത് രാത്രിയിൽ ദുഷ്ടപിശാച് വിതച്ചതാണ്. വചനം കേട്ട് ഈ 33 ദിവസങ്ങൾ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവമായ കർത്താവിൻ്റെ ദൂതന്മാർ നല്ല വിത്തുകൾ വിതയ്ക്കും.
നിങ്ങളത് ഈ വചനം കേട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ളവർ നിങ്ങളോട് നല്ല കാര്യങ്ങൾ പറയും, മാതാപിതാക്കൾ നിങ്ങളോട് നല്ല വചനങ്ങൾ പറയും, അല്ലെങ്കിൽ ടീച്ചേഴ്സ് നല്ല കാര്യങ്ങൾ പറയും, തമ്മിൽ പ്രാർത്ഥന കൃപയുള്ളവർ നല്ല നല്ല കാര്യങ്ങൾ പറയും. ഇതിൻ്റെ ഇടയിൽ ശത്രു കളകൾ വിതയ്ക്കും, എന്നിട്ട് കടന്നു കളയും. അവനെ മറഞ്ഞിരിക്കും. കളകൾ വിതയ്ക്കും, അവൻ കടന്നു കളയും, അവൻ മറഞ്ഞിരിക്കും. അവിടെ നമ്മുടെ ഉള്ളിൽ കടന്ന് കൺഫ്യൂഷൻ ഉണ്ടാവും. അങ്ങനെ മറഞ്ഞിരിക്കും എന്താ സംഭവിക്കണമെന്ന് പറഞ്ഞത് നിങ്ങളെ നോക്കിയേ, ഭീതിയോടെയും ആശയക്കുഴപ്പത്തിലൂടെയും കടന്നു പോകാൻ ഇടവരും. അപ്പോൾ നമ്മൾ ഈ 33 ദിവസം ഇങ്ങനെ കേട്ട് വരണ സമയത്ത് ചിലർക്ക് ഒത്തിരി പേര് ആനന്ദം, സന്തോഷം. എന്നിട്ട് അവർ പറയണത് ഇങ്ങനെയാണ്, എങ്ങനെയാണ് അറിയിക്കുന്നത്, ഇനി ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ഇനി എല്ലാ ആഴ്ചയിൽ ഓരോന്ന് വെച്ച് കേൾക്കണം. എന്നിട്ട് ഒരെണ്ണം കേട്ടാൽ ഒരാഴ്ച മുഴുവൻ ധ്യാനിക്കണം. എനിക്കിത് ആത്മാവിന് ഭയങ്കര പോഷണമാണ്. ഇങ്ങനെ ആനന്ദിച്ച് കേൾക്കുമ്പം ദുഷ്ടപിശാച് കള പതിച്ച് കഴിയുമ്പോൾ കുറേ പേർക്ക് ഭീതി, എന്തൊക്കെയാണെന്ന് പറഞ്ഞത്, ഭീതി, ആശയക്കുഴപ്പം. ഒരു ദൈവരാജ്യ ദൂത് കേട്ടാൽ ഉടനെ ഭീതിയും ആശയക്കുഴപ്പം വിതയ്ക്കുക. അത് ശത്രു ഉണ്ടെന്ന് മനസ്സിലാക്കണം. യജമാനൻ്റെ ഭൃത്യന്മാർ വിത്ത് വിതച്ചിട്ട് കടന്നു പോകും. എന്നിട്ട് നോക്കുമ്പോൾ കളകൾ അതിൻ്റെ ഇടയിൽ വളർന്നു വരുന്നു. അപ്പോൾ ഭൃത്യന്മാർ ചോദിച്ചു, യജമാനനെ നല്ല വിത്തല്ലേ വിതച്ചത്? അപ്പോൾ യജമാനൻ പറഞ്ഞു, ഈ കളകൾ വിതച്ചത് ശത്രുവാണ്, ശത്രു കളകൾ വിതച്ച്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് ഈ കളകൾ നമ്മുടെ ഉള്ളിൽ വളർന്നു വരുമ്പം ഭീതിയോ ആശയക്കുഴപ്പമോ അല്ലെങ്കിൽ ദൗർബല്യ മനോഭാവമോ ദുർബല മനോഭാവമോ ഒന്നും കാണിക്കാതെ പൗരുഷത്തോടെ പറയണം, എൻ്റെ കർത്താവിൻ്റെ കൃപയാൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഇതിലെല്ലാം എനിക്ക് വിജയം കിട്ടും. ഞാൻ വിജയിക്കും. എൻ്റെ കർത്താവ് എന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനിത് കേൾക്കാൻ ഇടവന്നത്. എൻ്റെ കർത്താവിൻ്റെ കൃപയാൽ ഞാൻ വിജയിക്കും. ഇങ്ങനെ നമ്മൾ ആത്മീയമായ വിശ്വാസത്തിൻ്റെ പ്രകരണങ്ങൾ, വിശ്വാസത്തിൻ്റെ കൃപാവചസ്സുകൾ നമ്മൾ പറയണം. ഭക്തിമാർഗ പ്രവേശികയിൽ ഇതിനെക്കുറിച്ച് വിശുദ്ധ ഫ്രാൻസിസ് സാലസ് ഭക്തിമാർഗ പ്രവേശികൾ പറഞ്ഞെങ്ങനെയാണ്, ഭക്തി എന്ന് പറയുന്നത് എല്ലാ ജീവിത രീതിയിൽപ്പെട്ടവർക്ക് അനുയോജ്യമാണ്. ചിലർ വിചാരിക്കുന്നത് ഇങ്ങനെയാണ്, ഇതുമല്ല എന്താ പറയുന്നത്, വലിയ വൈദികർക്ക് പറ്റുമായിരിക്കും, അല്ലെങ്കിൽ സന്യാസിനിമാർക്ക് പറ്റുമായിരിക്കും. ഞങ്ങൾ കൂലിപ്പണിക്കാർ, ഞങ്ങൾക്ക് ഇതൊന്നും പറ്റില്ല. ഞങ്ങൾ വിദ്യാർത്ഥികൾ, ഞങ്ങൾക്ക് അതിനുള്ള പ്രായമായിട്ടില്ല. ഞങ്ങൾ യുവജനങ്ങൾ, ഞങ്ങൾക്ക് ഇതൊക്കെ ഈ സമയത്ത് ഇത് പറ്റുമെന്ന് തോന്നില്ല. ഒരു 60 വയസ്സ് കഴിഞ്ഞിട്ട് ചിലപ്പോൾ പറ്റുമായിരിക്കും. എന്താണ് ഇതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നത്? ഓരോ സസ്യവും അതതിൻ്റെ ഫലം നൽകുന്നതിന് സൃഷ്ടാവ് ആജ്ഞാപിച്ചു. അതുപോലെ തൻ്റെ സഭയിലെ സജീവതരുക്കളായ ക്രൈസ്തവരും തങ്ങളുടെ സ്ഥാനത്തിനും ജീവിതാവസ്ഥയ്ക്കും യോജിച്ച ഫലം പുറപ്പെടുവിക്കണമെന്ന് ദൈവം കൽപ്പിക്കുന്നുണ്ട്. അതായത് കൂടെ പെയ്യുന്ന മഴവെള്ളം കുടിക്കുകയും. ഹെബ്രായ ലേഖനം 6-ാം അധ്യായം 7-8 വാക്യങ്ങൾ. ഹെബ്രായ ലേഖനം 6-ാം അധ്യായം 7-ാമത്തെ വാക്യം വായിക്കാം. ഹീബ്രു ചാപ്റ്റർ 6 വേഴ്സ് 7. കൂടെ പെയ്യുന്ന മഴവെള്ളം കുടിക്കുകയും ആരുടെ പ്രയോജനത്തിന് വേണ്ടി കൃഷി ചെയ്യപ്പെടുന്നുവോ അവർക്കായി സസ്യങ്ങളെ മുളപ്പിക്കുകയും ചെയ്യുന്ന ഭൂമി ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുന്നു. അതായത് ദൈവം തരുന്ന വചനങ്ങളും ദൈവം തരുന്ന പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ഭൂമി, മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ഭൂമി ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുന്നു. അത് കുട്ടികളും മുതിർന്നവരും യുവതിവാക്കന്മാരും എല്ലാവരെയും കുറിച്ചാണ് വചനം പറയണത്. കൂടെ മഴവെള്ളം കുടിക്കുന്ന മുതിർന്നവർ അനുഗ്രഹം പ്രാപിക്കുന്നു എന്നല്ല പറഞ്ഞിരിക്കുന്നത്. കൂടെ പെയ്യുന്ന മഴവെള്ളം കുടിക്കുകയും ആരുടെ പ്രയോജനത്തിന് കൃഷി ചെയ്യപ്പെടുന്നുവോ അവർക്കായി സസ്യങ്ങളെ മുളപ്പിക്കുകയും ചെയ്യുന്ന സന്യസ്തരും വൈദികരും അനുഗ്രഹം പ്രാപിക്കുന്നു എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം ഏത് പ്രായത്തിൽപ്പെട്ടവരാണെങ്കിലും ഏത് ജീവിതാന്തത്തിൽപ്പെട്ടവരാണെങ്കിലും അവരെല്ലാം അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടിയാണ് ദൈവം വചനം കേൾക്കാൻ നമ്മളെ വിളിക്കുന്നത്. അപ്പോൾ കുട്ടികളുടെ വിധത്തിൽ മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കണം. യുവജനങ്ങളുടെ വിധത്തിൽ ഫലങ്ങൾ പുറപ്പെടുവിക്കണം. കുടുംബനാഥന്മാരും അവരവരുടെ ജീവിതാന്തത്തിനനുസരിച്ച് ഫലം പുറപ്പെടുവിക്കണം. വൈദികരും സന്യസ്തരും തങ്ങളുടെ വിളിക്ക് യോഗ്യമായ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ കടപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും ഫലങ്ങൾ അതൊന്ന് വായിക്കുന്നത് വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പറയുകയാണ്, ഓരോ സസ്യവും അതതിൻ്റെ ഫലം നൽകുന്നതിന് സൃഷ്ടാവ് ആജ്ഞാപിച്ചു. അതുപോലെ തൻ്റെ സഭയിലെ സജീവശിലകളായ ക്രൈസ്തവരും തങ്ങളുടെ സ്ഥാനത്തിനും ജീവിതാവസ്ഥയ്ക്ക് യോജിച്ച ഫലം പുറപ്പെടുവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു, കൽപ്പിക്കുന്നു. ധനികനും ദരിദ്രനും, യജമാനും ഭൃത്യനും, വിവാഹിതനും അവിവാഹിതനും തങ്ങൾക്ക് യോജിച്ച വിധത്തിൽ ഭക്തി പരിശീലിക്കണം എന്ന് പറഞ്ഞാൽ വിശുദ്ധ ജീവിതം പരിശീലിക്കണം. ഓരോ വ്യക്തിയും തൻ്റെ ശക്തി, തൻ്റെ ഉദ്യോഗം, തൻ്റെ അനുദിന കൃത്യങ്ങൾ ഇവയ്ക്കനുസൃതമായി തൻ്റെ ഭക്ത അഭ്യസനം നിയന്ത്രിക്കേണ്ടതാണ്. ഒരു മെത്രാൻ
കർത്തൂസ്യൻ സന്യാസിക്ക് തുല്യമായ വിധം ഏകാന്തവാസം ആഗ്രഹിക്കുന്നത് ഉചിതമാണോ? ഒരു ഗൃഹസ്ഥൻ കപ്പൂച്ചൻ സന്യാസികളുടെ ദാരിദ്ര്യവ്രതം അനുഷ്ഠിച്ച് കുടുംബത്തിൽ ഇങ്ങനെ മിണ്ടാമാടത്തി ഇരിക്കണമല്ലോ ഇരുന്നാൽ എന്തായിരിക്കും സ്ഥിതി? ഒരു ഭൃത്യൻ സന്യാസിയെ പോലെ പകൽ മുഴുവനും പള്ളിയിൽ കയറിയിരിക്കുക, ജോലി ചെയ്യുന്നില്ല, എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ സ്ഥിതി? ഇതൊന്നും വിവേകമല്ല. ഇങ്ങനെയുള്ള ഭക്തി തികച്ചും ആക്ഷേപാർഹമാണ്. ഇതാണ് വിവേകരഹിതമായ ഭക്തി എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോരുത്തരുടെയും ജീവിത അന്തസ്സിനനുസരിച്ച് ദൈവവചനം ഫലം പുറപ്പെടുവിക്കണം. നമ്മളൊരു കാര്യം കേട്ടു, അസിസി പുണ്യാളിനെ കുറിച്ചൊന്നും കേട്ടു, ഉടനെ അതുപോലെ നമ്മൾ കയറി ഇരിക്കുക. അല്ലെങ്കിൽ നമ്മൾ വേറൊരു കാര്യം കേട്ടു, മരുഭൂമിയിലെ പിതാക്കന്മാരെ കുറിച്ച് കേട്ടു, ഉടനെ നമ്മൾ മരുഭൂമി അന്വേഷിച്ച് പോവുക. കേരളത്തിലാണെങ്കിൽ മരുഭൂമിയില്ല, അതുകൊണ്ട് എനിക്ക് വിശുദ്ധനാകാൻ പറ്റില്ലെന്ന് അങ്ങനെ ചെയ്യരുത്. അതല്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവം അവരവരുടെ ജീവിത സാഹചര്യങ്ങളിൽ നിങ്ങൾ വചനം കേൾക്കുമ്പോൾ തൊഴിലാളിയാണോ, ആ തൊഴിലാളിയായി ഇരുന്നു കൊണ്ട് തന്നെ പുണ്യപരിപൂർണതയ്ക്ക് പറ്റും. നിങ്ങൾ വചനം കേൾക്കുമ്പോൾ വിദ്യാർത്ഥിയാണോ, നിങ്ങളുടെ പഠിപ്പും ക്ലാസ്സും ജോലിയും കോളേജും ഒക്കെ വെച്ച് തന്നെ നിങ്ങൾക്ക് പുണ്യപരിപൂർണത പാലിക്കാൻ പറ്റും. നിങ്ങളൊരു വൈദികനോ സന്യാസിയോ ആകട്ടെ, ആ ജീവിതാന്തത്തിന് പറ്റിയ വിധത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ പുണ്യപരിപൂർണതയിലേക്ക് നയിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏത് ജീവിതാന്തസ്സിലാണോ, ഏത് ജോലിയിലാണോ, അത് ആ ജോലി ഉപേക്ഷിക്കാതെ അവിടെ തന്നെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താൻ പറ്റും. പാപകരമായ ജോലിയാണെങ്കിൽ അത് ഉപേക്ഷിക്കേണ്ടി വരും. വാറ്റുചാരായം ഉണ്ടാക്കുന്നവർ വാറ്റുചാരായം നിർത്തണം. അങ്ങനെ ഓരോ പാപകരം വേശ്യാവൃത്തിയുള്ളവർ വേശ്യാവൃത്തി നിർത്തുക. അങ്ങനെ പാപകരമായ കാര്യങ്ങളിൽ നിന്ന് പിന്തിരിയുക. എന്നാൽ ദൈവവചനം അനുസരിച്ച് അനുവദിക്കപ്പെട്ടുള്ള ജോലികളുള്ള ആ ജോലികളിൽ ഇരുന്നു കൊണ്ട് തന്നെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റും. തുടർന്ന് വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പറയുന്നത് ഇങ്ങനെയാണ്: യഥാർത്ഥ ഭക്തി യാതൊരു ജീവിത രീതിക്കും പ്രതിബന്ധമാകുന്നില്ല, പ്രത്യുത അതിനെ സുഖകരമാക്കുക എത്രേ ചെയ്യുന്നത്. ഒരാളുടെ ന്യായമായ ഉദ്യോഗത്തിന് അനുയോജ്യമല്ലാത്ത ഭക്തി കപടഭക്തിയാണെന്ന് നിസ്സംശയം പറയാം. തേനീച്ചകൾ പുഷ്പങ്ങളിൽ നിന്ന് തേൻ നുകരുന്നുണ്ടെങ്കിലും തന്നിമിത്തം പുഷ്പങ്ങൾക്ക് യാതൊരു കേടും വരുത്തുന്നില്ല. യഥാർത്ഥ ഭക്തിയുടെ ഫലം ഇതിലും എത്രയോ ഉത്കൃഷ്ടമാണ്. അത് യാതൊരു ജീവിതവൃത്തിക്കും വൈഷമ്യം ഉണ്ടാക്കുന്നില്ല. ടീച്ചർക്ക് ടീച്ചറിൻ്റെ ജോലി ചെയ്യാം, രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കാം, ഉദ്യോഗസ്ഥലത്തിരിക്കുന്ന കളക്ടർമാർക്ക് കളക്ടർ രംഗത്ത് പ്രവർത്തിക്കാം, എല്ലാ രംഗങ്ങളിലുള്ളവർ അവരവർ രംഗങ്ങളിൽ നിന്ന് വിശുദ്ധി പ്രാപിക്കാം. നേരെ മറിച്ച് ദൈവഭക്തി അവയെ അലങ്കരിക്കുകയും സംശുദ്ധമാക്കുകയും ചെയ്യുന്നു. രത്നങ്ങൾ തേനിലിരുന്നാൽ കൂടുതൽ ശോഭയുള്ളതായി തീരും. ഇപ്രകാരം ഭക്തിയിൽ ലീനമാകുന്ന എല്ലാ ജീവിത അവസ്ഥകളും കൂടുതൽ 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 ആകർഷകമായി ഭവിക്കുന്നു. തന്മൂലം ഗൃഹസമാധാനം ദൃഢീകൃതമാകുന്നു, ഭാര്യാഭർത്തൃ പ്രേമം പ്രബലപ്പെടുന്നു, രാജ്യഭക്തി വർദ്ധിക്കുന്നു, സകല ജോലികളും സ്വീകാര്യവും ഹൃദ്യവുമായി പരിണമിക്കുന്നു. എന്ന് പറഞ്ഞാൽ എന്താ? ഉദാഹരണത്തിന് ഒരാൾ വചനം കേട്ട് ധ്യാനം കൂടി, അപ്പോൾ അദ്ദേഹം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണെന്നിരിക്കട്ടെ, അദ്ദേഹം തിരിച്ചു ചെന്ന് ആ ഓഫീസിൽ എല്ലാവരോടും, പാവപ്പെട്ടവരോടും മുതിർന്നവരോടും പണക്കാരോടും എല്ലാവരോടും ഒരുപോലെ പെരുമാറുന്നു. അല്ലെങ്കിൽ കൈക്കൂലി വാങ്ങുന്നവർ കൈക്കൂലി വാങ്ങൽ നിർത്തി കഠിനാധ്വാനം ചെയ്ത് മുഴുവൻ സമയം ജോലി ചെയ്യുന്നു. എന്താ? കൂടുതൽ നന്മയല്ലേ, കൂടുതൽ സ്വീകാര്യതയല്ലേ, കൂടുതൽ സൗരഭ്യമല്ലേ അതിലൂടെ വ്യാപരിക്കുന്നത്. അദ്ദേഹത്തിന് കൂടുതൽ ആത്മസംതൃപ്തിയും അദ്ദേഹത്തിന് ജീവസായുജ്യം അല്ലേ അതിലൂടെ കർത്താവ് അദ്ദേഹത്തിന് കൊടുക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ എത്രയോ എത്രയോ പേർ വചനം കേട്ട് തങ്ങളുടെ ജീവിതത്തിൽ ദൈവവചനത്തിന് ചേരാത്ത എല്ലാ ദുർസ്വഭാവങ്ങളും ഉപേക്ഷിച്ച് അവരവരുടെ ജോലികളിൽ അവരവരുടെ ഉദ്യോഗങ്ങളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സാധിക്കും. വീണ്ടും വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പറയുന്നത് എങ്ങനെയാണ്: കച്ചവട പീടികയിലോ രാജസഭയിലോ വ്യവസായശാലയിലോ ഗൃഹസ്ഥാശ്രമത്തിലോ ഭക്തിക്ക് സ്ഥാനമില്ലെന്ന അഭിപ്രായം അടിസ്ഥാനരഹിതം തന്നെ. ഞങ്ങൾ കുടുംബജീവിതക്കാരാ, ഇതൊന്നും ഞങ്ങളെ കൊണ്ട് പറ്റിയല്ല, അങ്ങനെ പറയണത് അടിസ്ഥാനരഹിതമാണ്. ലൗകിക വ്യാപാരങ്ങളിൽ നിമഗ്നരായിരിക്കുന്നവരെ പരിപൂർണമാക്കുന്നതിന് ഉപയുക്തങ്ങളായ മറ്റനവധി വിഭാഗങ്ങൾ ഭക്തി അഭ്യാസനത്തിനുണ്ട്. പഴയ നിയമത്തിൽ അബ്രാഹം, ഇസഹാക്ക്, യാക്കോബ്, ദാവീദ്, ജോബ്, തോബിയാസ്, യൂദിത്ത്, എസ്തേർ, സാറ, റബേക്ക മുതലായവരുടെ ഭക്ത അഭ്യസനങ്ങൾ എങ്ങനെയുള്ളവയായിരുന്നു? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും, അതായത് ഇങ്ങനെ സന്യാസികൾ മാത്രമല്ല, എല്ലാ വിധത്തിലുള്ള ആളുകളുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവരെല്ലാം ഭക്തിയിൽ അടിക്കടി മേൽക്കുമേൽ
മേന്മ പ്രാപിച്ചുകൊണ്ടിരുന്നു, മേൽക്കുമേൽ മേന്മ പ്രാപിച്ചുകൊണ്ടിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അയ്യോ ഞങ്ങൾ കുടുംബജീവിതക്കാരാ, അയ്യോ ഞങ്ങൾ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരാ, അയ്യോ ഞങ്ങൾ ഗവൺമെൻറ് ജോലിക്കാരാ, ഞങ്ങൾക്ക് ഭക്തിയൊന്നും പറ്റുമെന്ന് തോന്നണില്ല, കാരണം അവിടെ നിന്നത് വിലപ്പോയല്ല. അങ്ങനെ ചിന്തിക്കുന്നത് മൗഢ്യമാണ്, സാത്താൻ്റെ ഒരു വഞ്ചനയാണത്. എല്ലാ രംഗത്തും പറ്റും. പുതിയ നിയമത്തിലെ വിശുദ്ധ യൗസേപ്പ്, ലിദിയ, ക്രിസ്പിൻ മുതലായ മഹാത്മാക്കൾ തങ്ങളുടെ പണിപ്പുരയും, വിശുദ്ധ അന്ന, വിശുദ്ധ മർത്ത, മോനിക്ക, അക്യൂല, പ്രിഷില്ല എന്നീ മഹതികൾ തങ്ങളുടെ പാചകശാലയും, സെബസ്ത്യാനോസ്, കൊർണേലിയൂസ്, മൗറീസ്, ഗീവർഗീസ് എന്നീ വീരപുരുഷന്മാർ തങ്ങളുടെ യുദ്ധക്കളവും, കോൺസ്റ്റന്റൈൻ, ഹേമന്ന, ലൂയിസ്, അമസേവൂസ്, എഡ്വേർഡ് തുടങ്ങിയ രാജപ്രവീണർ തങ്ങളുടെ സിംഹാസനങ്ങളും ഭക്തി അഭ്യസനത്തിനുള്ള പ്രവർത്തന രംഗമാക്കി മാറ്റി പുണ്യ പരിപൂർണത കൈവരിച്ച് ജയിച്ചവരാണ്. രാജാവായി ഇരുന്നു കൊണ്ട് തന്നെ ഭക്തി ജീവിച്ച് രാജ്യം ഭരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റും. ദാവീദ് ഒന്നാമത്തെ ഉദാഹരണമാണ്, സോളമൻ മറ്റൊരു ഉദാഹരണമാണ്, എഡ്വേർഡ് രാജാവ് മറ്റൊരു ഉദാഹരണം. അങ്ങനെ എത്രയോ രാജാക്കന്മാർ, എത്രയോ മന്ത്രിസ്ഥാനങ്ങളിരുന്നവർ. വിശുദ്ധ തോമസ് മോർ എന്താ നിസ്സാര ആളായിരുന്നോ? ഇംഗ്ലണ്ടിൽ ഹെൻറി 8 രാജാവിൻ്റെ ഭരണകാലത്ത് മന്ത്രിസഭയിൽ വളരെ ഉന്നത സ്ഥാനം വഹിച്ചിരുന്ന ആളല്ലേ വിശുദ്ധ തോമസ് മോർ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എല്ലാ സ്ഥലത്തും പാചകശാലയിൽ നിൽക്കുന്നവരും, തൊഴിൽ നിൽക്കുന്നവരും, ഉദ്യോഗങ്ങളിലിരിക്കുന്നവരും, ഭരണങ്ങളിലിരിക്കുന്നവരും, മന്ത്രിസ്ഥാനത്തുള്ളവരും, രാജാക്കന്മാരും, എല്ലാ പ്രഭുക്കന്മാരും, എല്ലാവരും പട്ടാളത്തിലുള്ളവരും, എല്ലാവർക്കും അവരവരുടെ സ്ഥലങ്ങളിൽ പുണ്യ പരിപൂർണത പ്രാപിക്കാൻ പറ്റും. ഇത് ദൈവം നമുക്ക് പറഞ്ഞു തരുന്നൊരു കാര്യമാണ്. സുഹൃതാഭ്യാസനത്തിന് എല്ലാവിധവും അനുകൂലമായ ഏകാന്ത ജീവിതത്തിൽ പലരും അധപ്പതിക്കുകയും നേരെ മറിച്ച് പ്രതികൂലമായ ലൗകിക കോലാഹലങ്ങളുടെ മധ്യേ പലരും പുണ്യ പരിപൂർണരാകുകയും ചെയ്തിട്ടുണ്ട് എന്നതിന് അനവധി ഉദാഹരണങ്ങളുണ്ടല്ലോ. ഫ്രാൻസിസ് പറയാണ്, അതായത് നല്ല സന്യാസാശ്രമത്തിൽ യാതൊരു തരത്തിൽ തടസ്സമില്ലാതെ ധ്യാനിച്ച് വചനം പഠിച്ച് പോകാനുള്ള അനുകൂല അന്തരീക്ഷം, എല്ലാ വിധത്തിലും പുണ്യ പരിപൂർണതയ്ക്ക് അനുകൂല അന്തരീക്ഷം ഉണ്ടായിരുന്ന അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒരുപാട് പേര് അധപ്പതിച്ച് പോയതിനും, അതുപോലെ ഒട്ടും സാധ്യതയില്ലാത്ത സ്ഥലത്ത് പുണ്യപരിപൂർണത പ്രാപിച്ച അനവധി പേർക്കും ഉദാഹരണങ്ങൾ ചരിത്രങ്ങളിലുണ്ടല്ലോ. സൊദോം ഗൊമോറ നഗരത്തിൽ കൺമൻഷനായി എന്ന് പറഞ്ഞാൽ ഒട്ടും പാപമില്ലാതെ നിഷ്കളങ്കനായി നിവസിച്ചിരുന്ന ലോത്ത് വിജനപ്രദേശത്തെത്തിയപ്പോൾ പാപത്തിൽ അകപ്പെട്ടു. എവിടെയായിരുന്നാലും പുണ്യ പരിപൂർണരാകാൻ നമുക്ക് സാധിക്കും. അതിന് നാം പരിശ്രമിക്കണം. അതാണ് ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അടുക്കളയിലുള്ളവർ അടുക്കളയിൽ നിന്നുകൊണ്ട് തന്നെ പുണ്യ പരിപൂർണതയിലേക്ക് വളരാൻ സാധിക്കും. അതിനുവേണ്ടി പരിശ്രമിക്കണം. ഭരണങ്ങളിലിരിക്കുന്നവർ, ഉദ്യോഗസ്ഥന്മാർ, തൊഴിലാളികൾ, കച്ചവട പീടികയിലിരിക്കുന്നവർ, ബിസിനസ്സുകാർ അവരവരുടെ സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് തന്നെ പുണ്യ പരിപൂർണതയ്ക്ക് സാധിക്കും. പരിശ്രമിച്ചാൽ ദൈവം സഹായിക്കും. സാത്താൻ ഒരു കരിമ്പടം ഇട്ടങ്ങ് മൂടും. അയ്യോ ഞാൻ കച്ചവടക്കാരനാണ്, ഞാൻ ബിസിനസ്സുകാരനാണ്, ഇതുകൊണ്ടൊന്നും ബിസിനസ് നടക്കില്ല, ബിസിനസ് വിജയിക്കില്ല കേട്ടോ. എത്ര പേര് 100% സത്യസന്ധമായി വചനം അനുസരിച്ച് ബിസിനസ് നടത്തി കർത്താവ് അനുഗ്രഹിച്ചു വലിയ അനുഗ്രഹീതരായി വലിയ ധനാഢ്യന്മാരായി മാറിയിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയോ? എത്രയോ ഉദ്യോഗസ്ഥന്മാർ സത്യസന്ധമായി വചനം അനുസരിച്ച് ഉദ്യോഗത്തിൽ കർത്താവിനെ മഹത്വപ്പെടുത്തിയതിനു ശേഷം അവരുടെ ജീവിതത്തിൽ അടിക്കടി ഉയർച്ച പ്രാപിച്ചിട്ടുണ്ട്. ദൈവം അനുഗ്രഹിക്കും സഹോദരങ്ങളെ, ദൈവം അനുഗ്രഹിക്കും. സുഭാഷിതങ്ങൾ 10:22 വചനം പഠിപ്പിക്കുകയാണ്, കർത്താവിന് അനുഗ്രഹം സമ്പത്ത് തരുന്നു, അവിടെ നിന്ന് അതിൽ ദുഃഖം കലർത്തുന്നില്ല. എന്ന് പറഞ്ഞാൽ സമ്പത്ത് സ്ഥാനമാനങ്ങൾ വരുന്നത് മനുഷ്യൻ്റെ ആഗ്രഹം കൊണ്ടാണെന്ന് വിചാരിക്കരുത്, മനുഷ്യൻ്റെ അധ്വാനം കൊണ്ടാണെന്ന് വിചാരിക്കരുത്. സങ്കീർത്തന പുസ്തകം 75-ാം അധ്യായം 6-7 തിരുലിഖിതങ്ങൾ, കിഴക്ക് നിന്നോ പടിഞ്ഞാറ് നിന്നോ മരുഭൂമിയിൽ നിന്നല്ല ഉയർച്ച വരുന്നത്. ഒരുവനെ താഴ്ത്തുകയും അപരനെ ഉയർത്തുകയും ചെയ്യുന്ന വിധി നടപ്പാക്കുന്നത് ദൈവമാണ്. അത് നമ്മൾ മനസ്സിലാക്കണത്. ഒരുവനെ താഴ്ത്തുകയും അപരനെ ഉയർത്തുകയും ചെയ്യുന്ന വിധി ദൈവമാണ്. നിങ്ങൾ അന്ന് നിങ്ങളുടെ ചെറുപ്പകാലത്തൊക്കെ വലിയ കോടീശ്വരന്മാരെ വലിയ ഉന്നതമായ അവസ്ഥയിരുന്നവരെല്ലാം ഇന്ന് ഒരുപക്ഷെ തീരെ താന്നുപോയ അവസ്ഥ നിങ്ങൾ ചുറ്റും നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങളുടെ ചെറുപ്പകാലത്ത് നിങ്ങൾ തീരെ ചെറിയവരായി കണ്ടിരുന്നവർ, ഒരു ഗതിയില്ലാതെ ഇരുന്നത് ഒരുപാട് പേര് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാത്തത് വലിയ ഉയരത്തിലെത്തിയത് നിങ്ങൾക്ക് ചെറുപക്ഷ ചുറ്റും നോക്കിയാൽ കാണാൻ പറ്റും. അതിൽ ഒരുപാട് പേര്, പലരും അവരുടെ മുമ്പിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിൽ, ദൈവമായ കർത്താവിന് മുമ്പിൽ വിശുദ്ധമായി ജീവിച്ച് ഒരു കാലത്ത് ദൈവഭക്തി അഭ്യസിച്ച് കർത്താവിൻ്റെ കൃപയ്ക്ക് പാത്രീഭൂതരായി അതിൻ്റെ അനുഗ്രഹഫലമായി ഉയർന്നവരായിരിക്കും.
ദൈവഭക്തിക്ക് വലിയ ഉയർച്ച കർത്താവ് നൽകും. തോബിത്തിൻ്റെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ 21-ാം തിരുലിഖിതം, തോബിത്തിൻ്റെ പുസ്തകം 4:21, ദൈവഭക്തിക്ക് വലിയ വിലയുണ്ട്. മകനെ, നമ്മൾ ദരിദ്രരായി തീർന്നതിൽ നിനക്ക് ആദി വേണ്ട. നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും നീ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും അവിടത്തേക്ക് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും. ഇത് ദൈവവചനമാണ്. ലോറൻസ് സ്കൂപ്പോളി അദ്ദേഹത്തിൻ്റെ അദൃശ്യ പോരാട്ടം എന്ന ഗ്രന്ഥത്തിൽ പറയുകയാണ്, മുഴുവൻ ശ്രദ്ധയോടുകൂടെ ശത്രുവിനെതിരെ ജാഗരൂകരായിരിക്കുക. എന്താ? ശത്രു വന്ന് ഓരോരോ കൺഫ്യൂഷൻ അങ്ങ് വിധിക്കും. ഇതേ നീ ഉദ്യോഗസ്ഥനോ, നീ നിസ്സാരക്കാരല്ല, നീ ഗവൺമെൻറ് ഉദ്യോഗത്തിൽ ഇരിക്കണ ആൾ, ഇതൊന്നും പറ്റില്ല കേട്ടോ. അങ്ങനെ ഓരോ അതാണ് പറഞ്ഞത്. വായിച്ചു നോക്കിയേ, മുഴുവൻ ശ്രദ്ധയോടും കൂടെ ശത്രുവിനെതിരെ എന്ന് പറഞ്ഞാൽ പിശാചിനെതിരെ ജാഗരൂകരായിരിക്കുക. അല്ലെങ്കിൽ ശത്രു നിങ്ങൾക്ക് സമീപമെത്തി അവൻ നിങ്ങളിൽ ദൈവകൃപ മോഷ്ടിക്കുകയും ആന്തരിക സമാധാനം അഥവാ ആത്മാവിൻ്റെ ശാന്തത എന്ന ഈ മഹാനിധി നഷ്ടമാക്കുകയും ചെയ്യും. നമ്മുടെ ഉള്ളിലൊരു ശാന്തതയുണ്ട്, ഒരു ആന്തരിക സമാധാനമുണ്ട്. ഞാൻ വളരും, എൻ്റെ ദൈവം എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും, എൻ്റെ ദൈവം എന്നെ ലക്ഷ്യത്തിലെത്തിക്കും. ഈ ശത്രു വന്ന് ആദ്യം ചെയ്യാൻ പോണത് മനസ്സിൻ്റെ ഉള്ളിലെ ഈ മഹാനിധി ആന്തരിക സമാധാനം എടുത്തങ്ങോട്ട് നശിപ്പിക്കും. ആത്മാവിൻ്റെ സമാധാനം മോഷ്ടിക്കാൻ ശത്രു പരിശ്രമിക്കുന്നു. എന്തെന്നാൽ ആത്മാവ് ബുദ്ധിമുട്ടിലാകുമ്പോൾ അതിനെ വളരെ എളുപ്പത്തിൽ തിന്മയിലേക്ക് നയിക്കാനാവുമെന്ന് അവൻ കരുതുന്നു. നഞ്ച് കലക്കിയ കുളത്തിൽ നിന്ന് മീനെ പിടിക്കാൻ എളുപ്പമുണ്ട്. ഇതുപോലെ മനസ്സിലങ്ങോട്ട് കലക്കും, മനസ്സിനെ അങ്ങോട്ട് കൺഫ്യൂഷനിലാക്കും, ആശയക്കുഴപ്പത്തിലാക്കും, ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ദൗർബല്യത്തിലേക്ക് എത്തിക്കും. അയ്യോ, ഞാൻ എന്നാ ചെയ്യും? ഇതൊക്കെ എനിക്ക് 65 വയസ്സായി, 70 വയസ്സായി, ഞാൻ എന്നാ ചെയ്യും? ഇത്രയും കാലം കഴിഞ്ഞല്ലോ, ഇനി നേരെയാകാൻ സമയമുണ്ടോ? എനിക്ക് 50 വയസ്സായല്ലോ. ഒരൊറ്റ മണിക്കൂർ മതി, ഒരൊറ്റ മിനിറ്റ് മതി ഇത് നമ്മളെ വിശുദ്ധരാകാൻ. ആ കുരിശിൻ്റെ വലതുവശത്ത് കിടന്ന കള്ളൻ എങ്ങനെയാണ് പരിപൂർണനായത്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് മണിക്കൂറുകളോ ദിവസങ്ങളോ വർഷങ്ങളോ കാലങ്ങളോ ഇതൊന്നും അല്ല പ്രധാനപ്പെട്ട കാര്യം. ദൈവത്തിന് മുമ്പിൽ ഹൃദയം തുറക്കുക. ഒരൊറ്റ മിനിറ്റ് മതി, നീ ഒരു പുണ്യ പരിപൂർണനായി മാറും. ദൈവത്തിന് അങ്ങനെ ചെയ്യാൻ പറ്റും. ജെറമ്യായുടെ പുസ്തകം 32-ാം അധ്യായം 26-27 വാക്യങ്ങൾ. ബുക്ക് ഓഫ് ജെറമായ 32:26-27 എന്താ പറയണത്? കർത്താവ് ജെറമ്യായോട് അരുളി ചെയ്തു, ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്. എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? ഒരാത്മാവിൻ്റെ മേൽ മാറ്റം വരുത്താൻ ദൈവത്തിന് എത്ര നിമിഷം വേണമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ദൈവത്തിന് മുമ്പിൽ ഹൃദയം തുറക്കുക. ഇനി നമ്മൾ ലോറൻസ് സ്കൂപ്പോളിയുടെ അദൃശ്യ പോരാട്ടത്തിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് നീങ്ങുകയാണ്. പറയുന്നത് എങ്ങനെയാണ്? എന്നാൽ നിങ്ങൾ നിങ്ങളുടെ സമാധാനം സൂക്ഷിക്കണം. എന്തെന്നാൽ ആത്മാവ് സമാധാനത്തിലായിരിക്കുമ്പോൾ ശത്രുവിന് അവിടെ പ്രവേശനം ഇല്ല, ശത്രുവിന് അവിടെ റോളില്ല, ശത്രുവിന് അവിടെ ഗ്രിപ്പില്ല. അപ്പോൾ അത് നന്മയായ എല്ലാം ചെയ്യാൻ സന്നദ്ധമാകുന്നു, ഉത്സാഹഭരിതമാണ്. അത് ആനന്ദിച്ച് ദൈവത്തെ മഹത്വപ്പെടാൻ സന്തോഷത്തോടെ എല്ലാത്തിലും മുഴുകും. അവയെല്ലാം സന്മനസ്സോടെയും ബുദ്ധിമുട്ടില്ലാതെയും ചെയ്യുന്നു. തടസ്സങ്ങളെ എളുപ്പത്തിൽ തരണം ചെയ്യുന്നു. ഈ കാര്യത്തിൽ കൂടുതൽ എളുപ്പത്തിൽ വിജയിക്കുന്നതിന് ശത്രുവിൻ്റെ ഈ മേഖലയിലുള്ള ആക്രമണത്തെ മുൻകൂട്ടി കാണാൻ കഴിയണം. ശത്രു ആക്രമിക്കുമ്പോൾ മനസ്സിൻ്റെ സ്വസ്ഥത നശിപ്പിക്കാനായിരിക്കും ആദ്യം. ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ചിലപ്പോൾ മനസ്സിൻ്റെ സ്വസ്ഥത നശിപ്പിക്കും. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എത്ര വലിയ കാര്യങ്ങളാണ്. എൻ്റെ സ്ഥിതി എന്താ? എനിക്കൊരു കൊന്ത ചെല്ലാൻ പോലും പറ്റണില്ലല്ലോ. മാത്രമല്ല എൻ്റെ സ്ഥിതി എന്താ? ഞാൻ എന്താ പറഞ്ഞത്? ഈ ചെളിയും തവളയും തമ്മിൽ കട്ടപിടിച്ചിരിക്കുന്നതിനേക്കാളും കൂടുതൽ വികാരങ്ങളുടെ കുത്തിയൊഴുക്കിൽപ്പെട്ട് കിടക്കണം. ഞാൻ ഇനി എന്ന് രക്ഷപ്പെടും? ഇങ്ങനെയായിരിക്കും ചിലർക്ക് സാത്താൻ കൊടുക്കുന്ന ചിന്ത. നിങ്ങളുടെ ആന്തരിക സമാധാനം നശിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം പണ്ട് ദാവീദ് ഗോലിയാത്തിന് നേരെ പ്രയോഗിച്ച കല്ലുപോലെ നിങ്ങളെ മനഃപൂർവ്വം തൻ്റെ ദുഷ്ട ഉപദേശം കൊണ്ട് നിങ്ങൾക്ക് നേരെ തൊടുത്തുവിടുന്ന ദുഷ്ടപിശാചി നിങ്ങളുടെ അരികെ നിൽക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഇവനോട് യുദ്ധം ചെയ്യണം, ഇവനെ എതിർക്കണം. അത് അങ്ങനെയാണ് പുണ്യ പരിപൂർണത്തിലേക്ക് പോകാൻ കർത്താവ് ഇപ്പോൾ അനുവദിച്ചിരിക്കണമെന്ന് വിചാരിക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും ഈ അധ്വാനങ്ങളൊന്നും എങ്ങും എത്തുകയില്ലെന്നും അതുകൊണ്ട് എല്ലാം ഉപേക്ഷിക്കുന്നതാണ് നല്ലതെന്നുള്ള ചിന്ത നമ്മിൽ വളർത്തി ആന്തരിക സംതൃപ്തിയും പ്രത്യാശയും ഇല്ലാതെയാക്കി മാറ്റും. കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ ചില പിശാചിൻ്റെ ചില പ്രവർത്തനം വരും. ഈ അധ്വാനങ്ങളൊന്നും എങ്ങും എത്തുകയില്ലെന്നും അതുകൊണ്ട് ഇനി പ്രായമായെന്നും അല്ലെങ്കിൽ ഇതുകൊണ്ട് ഇനി നേരെയില്ലെന്നും അല്ലെങ്കിൽ ജോലിയുടെ ഒരു സമയം കിട്ടുകയില്ലെന്നൊക്കെ പറഞ്ഞ് ഈ അധ്വാനങ്ങളൊന്നും എങ്ങും എത്തുകയില്ലെന്നും അതുകൊണ്ട് എല്ലാം ഉപേക്ഷിക്കണം നല്ലതെന്നുമുള്ള ചിന്ത നമ്മിൽ വളർത്തി ആന്തരിക സംതൃപ്തിയും പ്രത്യാശയും ഇല്ലാതെയാക്കും. അങ്ങനെ സങ്കടത്തോടു കൂടി ഈ അവസ്ഥ സ്വീകരിക്കാൻ നമ്മുടെ ആത്മാവിനെ അവൻ പ്രേരിപ്പിക്കും. ഇതിലൂടെ
അവൻ ആത്മാവിനെ പ്രത്യാശയില്ലായ്മയിലും ആശയക്കുഴപ്പത്തിലും കൊണ്ട് കെട്ടിയിടും. ചില കപ്പലും ബോട്ടും കൊണ്ട് കെട്ടിയിടുന്നത് പോലെ അവനെ കൊണ്ട് കെട്ടിയിടും. തന്മൂലം നാം ചെയ്യുന്നതെല്ലാം ഉപയോഗശൂന്യവും ഫലരഹിതവുമാണെന്നും ദൈവം നമ്മെയും നമ്മുടെ അധ്വാനത്തെയും പൂർണ്ണമായും മറന്നുവെന്നും അവിടുന്ന് നമ്മെ ഉപേക്ഷിച്ചുവെന്നും നാം ചിന്തിച്ചു തുടങ്ങും. ഒരാത്മാവ് മതാനുഷ്ഠാനങ്ങളിലും ആത്മീയ മാധുര്യത്തിലും വരൾച്ചയും ദാരിദ്ര്യവും അനുഭവിക്കാം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുകയാണ്, ഒരു ആത്മാവ് ആത്മീയ വളർച്ചയുടെ ഇടയിൽ ദൈവം തന്നെ ഒരു വരൾച്ച അനുവദിക്കും. അപ്പോൾ കൊന്ത ചെല്ലുമ്പോൾ അനുഭവം തന്നു, ഒരു ദൈവം കേൾക്കണമെന്ന് തോന്നില്ല. 10-30 വർഷം പ്രാർത്ഥിച്ചാലും ദൈവം പ്രാർത്ഥന കേൾക്കുന്നതായിട്ടൊരു അനുഭവം ഉണ്ടാവില്ല, ഒരു അനുഭവം ഉണ്ടാവില്ല. അതാണ് പറയണത്, വരൾച്ചയും ദാരിദ്ര്യവും ആത്മീയ ദാരിദ്ര്യവും ആത്മീയ മാധുര്യം ഇല്ലാത്തൊരവസ്ഥയുണ്ടാവും. എന്നിരുന്നാലും നമ്മൾ എന്തു ചെയ്യണം? ലളിതമായ വിശ്വാസത്താൽ നയിക്കപ്പെടുന്ന പറഞ്ഞാൽ ദൈവമുണ്ട്, ദൈവം എന്നെ നോക്കും, ദൈവം എന്നെ ഉപേക്ഷിക്കില്ല. അതാണ് ലളിതമായ വിശ്വാസം. ഒരമ്മച്ചി പറഞ്ഞു, ചിന്തിച്ചാൽ ഒരു അന്തവും കിട്ടില്ല, ചിന്തിച്ചില്ലെങ്കിൽ ഒരു കുന്തവും ഇല്ല എന്ന് പറഞ്ഞ മാതിരി നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ചിലത് നമ്മളെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ പറയണം, നമ്മൾ ലളിതമായ വിശ്വാസത്തിൽ അപ്പം നയിക്കപ്പെടണം. എന്താ? ദൈവമുണ്ട്, ദൈവം എന്നെ നോക്കിക്കോളും, ഞാൻ ദൈവത്തിൽ ശരണപ്പെടുന്നു, ഞാനിപ്പോൾ ഈ കൊന്ത ചൊല്ലി ജീവിക്കും, ഞാൻ റെഗുലറായിട്ട് പള്ളിയിൽ പോകും, ഞാൻ വചനം ഇതൊക്കെ ദൈവം എന്നോട് പറഞ്ഞിട്ടുള്ള ഞാനത് ചെയ്യും, ബാക്കി കാര്യം ദൈവം നോക്കിക്കോളും. ലളിതമായ വിശ്വാസം നയിക്കപ്പെടണം. വെറുതെ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമ്പം അല്ലെങ്കിൽ എന്താ പറയുന്നത് വെഞ്ചിരിച്ച വെള്ളം ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് സാത്താനെ തോൽപ്പിക്കുക. ലളിതമായ വിശ്വാസം നയിക്കപ്പെട്ടും പരിശുദ്ധമായ ശാന്തതയുടെയും സ്ഥിരതയുടെയും ആയുധം ധരിച്ചും എല്ലാ തരത്തിലുമുള്ള നന്മയും ആ ആത്മാവിന് ചെയ്യാൻ പറ്റും. ദൈവം നിങ്ങളുടെ നന്മയ്ക്കായി ബുദ്ധിമുട്ട് സഹിക്കണമെന്ന് ആഗ്രഹിക്കുകയും ആത്മീയ വികാരങ്ങളുടെയും മാധുര്യത്തിൻ്റെയും ദാരിദ്ര്യം അനുവദിക്കുകയും ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഇവയിൽ ഏതെങ്കിലും ഒന്ന് സഹിക്കേണ്ടി വരുമ്പോൾ ശാന്തമായി അത് സ്വീകരിക്കുക. വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതിക്ക് വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതി കർത്താവിനോട് അടുത്തടുത്ത് വരുന്തോറും പിശാച് കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ ഉള്ളിൽ കളവതച്ചു. കൊച്ചുത്രേസ്യ പുണ്യവതിക്ക് ഇടയ്ക്കിടയ്ക്കിങ്ങനെ തോന്നും, പള്ളിയിരിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴൊക്കെ, ദൈവം ഇത്ര സ്നേഹമുള്ളവനാണ്, എന്തുകൊണ്ടാണ് ഈ തിന്മ? ദൈവം ഇത്ര സ്നേഹമുള്ളവൻ, എന്തുകൊണ്ടാണ് കൊച്ചുകുട്ടികൾ ഇങ്ങനെ സഹിക്കുന്നത്? ദൈവം അത്ര സ്നേഹമുള്ളവനാണോ എന്ന് ഇങ്ങനെ പീഡ വരും. അപ്പോൾ കൊച്ചുത്രേസ്യ പുണ്യവതി എന്ത് ചെയ്യും? ലളിതമായ വിശ്വാസം നയിക്കപ്പെടാൻ വേണ്ടി കൊച്ചുത്രേസ്യ പുണ്യവതി പറയും, ഒരു കുരിശിൻ്റെ അടയാളം വരച്ച് പ്രാർത്ഥിക്കും, നെറ്റിയിൽ കുരിശ് വരയ്ക്കും, ചുണ്ടിൽ കുരിശ് വരയ്ക്കും, വിശുദ്ധജലം ഉപയോഗിച്ച് കുരിശ് വരയ്ക്കും. എന്നിട്ട് പറയും, ദൈവം നല്ലവനാണ്, ദൈവം എന്നെ കാക്കും, ദൈവം നല്ലവനാണ്, ദൈവത്തിൻ്റെ പരിപാലനം എല്ലാം ശരിയാവും. ഇതൊക്കെ വിശ്വാസത്തിൻ്റെ പ്രകരണങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ലളിതമായ മാർഗത്തിലൂടെ പോവുക. ക്ലേശപ്പെടുത്തുന്ന ചിന്തകളും ആസക്തി നിറഞ്ഞ വികാരങ്ങളും കുത്തിയൊഴുകുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആത്മീയമായി ഇങ്ങനെ വളരുമ്പോഴും പ്രാർത്ഥനയിൽ വളരുന്ന സമയത്ത് ചിലപ്പോൾ ഇങ്ങനത്തെ അനുഭവം ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ മണ്ഡലത്തിൽ ക്ലേശപ്പെടുത്തുന്ന ചിന്തകളും ഒരുപക്ഷെ ജീവിതത്തിൽ ഇന്ന് വരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത തരത്തിൽ ആസക്തി നിറഞ്ഞ വികാരങ്ങളും കുത്തി ഒഴുകുക, അന്ന് അണപൊട്ടി ഒഴുകുന്നത് പോലെ നിങ്ങൾ തന്നെ പകച്ചു പോകും. അതുപോലെ കുത്തി ഒഴുകുമ്പോൾ ആത്മാവിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തരുതെന്ന്, സങ്കടത്താൽ വിഴുങ്ങപ്പെടരുതെന്നും നിങ്ങൾ ആഗ്രഹിക്കും. ഹൃദയത്തിൻ്റെ അത്തരത്തിലുള്ള മരവിപ്പിൻ്റെയും വരൾച്ചയുടെയും കാലത്ത് അവ വിനയാന്വിതമായ വിധേയത്വത്തിലൂടെ സ്വീകരിക്കണം. ദൈവം അതിലൂടെ നടക്കാൻ അനുവദിക്കുമ്പം എൻ്റെ ദൈവം ഈ സമയത്ത് എന്നെ കാത്തുകൊള്ളും, എൻ്റെ ദൈവത്തെ ഞാൻ ആശ്രയിക്കുന്നു, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത ചില അനുഭവങ്ങളാണിത്, പക്ഷേ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു, ദൈവം എന്നെ സംരക്ഷിക്കും. ഇങ്ങനെ ലളിതമായ വിശ്വാസത്തിൽ എന്ത് ചെയ്യണം? ആത്മാവ് മരവിപ്പിൻ്റെയും അമിതമായ തരത്തിൽ വികാരങ്ങളുടെ കുത്തിയൊഴുക്കിൽപ്പെട്ട് ഇന്ന് വരെ കാണാത്ത തരത്തിൽ അസമാധാന ഹൃദയത്തിലേക്ക് കൊടുങ്കാറ്റ് പോലെ അടിച്ചു കയറുമ്പം, നിങ്ങൾ പുക നിറഞ്ഞൊരു മുറിക്കുള്ളിൽ അടയ്ക്കപ്പെട്ടതുപോലെ വിമ്മിഷ്ടപ്പെടുമ്പോൾ സങ്കടത്താൽ വിഴുങ്ങപ്പെടരുത്, ആന്തരിക സമാധാനം നഷ്ടപ്പെടുത്തരുത്. എന്ത് ചെയ്യണം ആ സമയത്ത്? ഈ മരവിപ്പിൻ്റെയും വരൾച്ചയുടെയും കാലത്ത് വിനയാന്വിതമായ വിധേയത്വത്തിലൂടെ ദൈവം അനുവദിച്ച ആ ഒരു അന്തരീക്ഷത്തിലൂടെ നടന്ന് നമ്മൾ അതിനെ ജോർദാൻ കടന്ന് അക്കരെ കയറണം. അപ്രകാരം ചെയ്താൽ എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്ന് നിങ്ങൾ നിത്യതയെ ചെല്ലുമ്പോൾ അറിയും. ഇവിടെ വെച്ചത് കണ്ടാൽ ഒരു പക്ഷേ നിങ്ങളുടെ ആ യുദ്ധത്തിന് വിലയുണ്ടായില്ല. ഒരു പക്ഷേ ദൈവം അതുകൊണ്ടായിരിക്കും ഇവിടെ വെച്ചത് അറിയാൻ നമ്മളെ തടസ്സപ്പെടുത്തുന്നത്. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആധ്യാത്മിക ജീവിതത്തിൽ ശത്രുവിൻ്റെ തന്ത്രങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. ശത്രുവിൻ്റെ തന്ത്രമാണ് ആന്തരിക സമാധാനം നശിപ്പിക്കുക. അതിനിങ്ങനത്തെ അവന് തന്നെ ചില വികാരങ്ങളത്തെ ഒരു ഉൾത്തളം നമുക്ക് ഫീൽ ചെയ്യിക്കാൻ പറ്റും. അവന് ഭയങ്കര ക്ഷീണം നമുക്ക് തോന്നിപ്പിക്കാൻ പറ്റും.
പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഒരു കരിമ്പടിട്ട് മൂടിമാർ ഭയങ്കര ക്ഷീണം, അയ്യോ പുറം വേദന, നടുവേദന, കാലുവേദന, തലവേദന, ചങ്കിൽ വേദന എന്ന് പറഞ്ഞിട്ട് സർവ്വതരത്തിലുള്ള വേദന. മറ്റേ ആ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് കേൾക്കണില്ലേ, അതേമാതിരി സർവ്വവേദനകളും കൂടെ കൂട്ടത്തോടെ ഇളകും. അയ്യോ ഇപ്പം ചത്തുപോകുന്നു തോന്നും, അതുപോലെയാവും, ഇരിക്കാനും നിൽക്കാനും പറ്റാത്ത അവസ്ഥ, ഒരു കരിമ്പടിട്ട് മൂടിയ പോലെ തോന്നും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുമല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ആത്മീയ കാര്യങ്ങൾക്ക് ചെയ്യുന്ന അയ്യോ ഇതൊന്നും നമ്മളെ കൊണ്ട് പറ്റുമെന്ന് ഭയങ്കരമായിട്ട് ഹെവിനെസ് തോന്നിക്കും, ശത്രുവിൻ്റെ തന്ത്രങ്ങൾ. പക്ഷേ അത് അവൻ നമുക്കൊരു ഫീലിംഗ് ലെവലിൽ ചിലപ്പോൾ തന്നെ നമുക്ക് തരാൻ പറ്റും. അവൻ്റെ തട്ടിപ്പിനെ കുറിച്ച് മനസ്സിലാക്കണം, അവൻ്റെ തന്ത്രങ്ങൾ കൂടെ അറിയണം. നമ്മൾ വിനയാന്യതമായി എൻ്റെ കർത്താവിൽ ആശ്രയിച്ച് ഞാൻ പോകും, ശത്രുവേ ദുഷ്ടപിശാചൻ നിൻ്റെ തന്ത്രത്തിൽ നീ മാറി നിൽക്ക് എന്ന് പറഞ്ഞ് നാം കർത്താവിനെ മാത്രം ചിന്തിച്ച് കർത്താവിനെ പ്രകീർത്തിച്ച് സ്തുതിച്ച് പോകണം. ആ സമയത്ത് ദൈവത്തെ സംശയിക്കരുത്, ആ സമയത്ത് പരിശുദ്ധാത്മാവിനെ സംശയിക്കരുത്, ആ സമയത്ത് പരിശുദ്ധ അമ്മയെ സംശയിക്കരുത്, ആ സമയത്ത് വിശുദ്ധ ജീവിതത്തെ തള്ളി പറയരുത്. ആ സമയത്ത് ദൈവം തന്ന പഴയ കാലത്ത് ദൈവത്തിൻ്റെ ആ നന്മ വചനങ്ങളെ ഓർമ്മിക്കണം. പ്രിയപ്പെട്ട ഇൻസിനു ജേസു എന്നൊരു പുസ്തകമുണ്ട്. അത് ഒരു വൈദികൻ പരിശുദ്ധ കുർബാന മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഈശോ അദ്ദേഹത്തിന് നേരിട്ട് കൊടുത്ത ചില വെളിപാടുകളാണ് ഇൻസിനു ജേസു. അതിൽ 79-ാമത്തെ പേജിൽ ഒരു ഭാഗം ഞാൻ വായിച്ചു. അതിങ്ങനെയാണ്: തൽക്കാലം അനുദിനം നിൻ്റെ ദിനചര്യയുമായി നീ മുന്നോട്ട് പോവുക എന്നതാണ് നിനക്ക് കരണീയം. ആവശ്യമായ മാറ്റങ്ങൾ ശാന്തമായും അല്പാൽപമായും വരുത്താൻ ഞാൻ സഹായിക്കാം. എൻ്റെ സഹായത്തോടെ നീ യുദ്ധം ചെയ്യുക. നീ നിൻ്റെ സ്വന്തം കഴിവിൽ ആശ്രയിച്ചാൽ എടുത്തു ചാടരുത്. നീ എന്നിൽ ആശ്രയിക്കുക. എൻ്റെ സഹായത്തോടെ നീ യുദ്ധം ചെയ്യുക. എൻ്റെ അമ്മയും നിന്നെ സഹായിക്കും. നീ നിനക്കായി ഈശോ ഈ ആത്മാവിനോട് പറയുകയാണ്, നീ നിനക്കായി ലക്ഷ്യം വെച്ചിരിക്കുന്ന ഉത്തമ മാതൃക അനുസരിച്ച് ജീവിക്കാനാവാത്തതിൽ കുറ്റബോധം വേണ്ട. ഇപ്പോൾ ചിലർക്ക് ചില ഉത്തമ മാതൃക, ഫ്രാൻസിസ് അസീസി പുണ്യാളനെ ഒരു ഉത്തമ മാതൃകയായിട്ട് വെച്ചിരിക്കുകയാണ്. വേറെ ചിലർ ചാവറ പിതാവിനെ ഉത്തമ മാതൃകയായിട്ട് വെച്ചിരിക്കുകയാണ്. ഇനിയും വേറെ ചിലർ സെബസ്ത്യാനോസ് പുണ്യാളനെയാണ് വെച്ചിരിക്കുന്നത്. ഇനിയും ചിലർ അന്തോണിയോസ് പുണ്യാളനെ മാതൃകയാക്കുന്നവരുണ്ടാവും. നിൻ്റെ മുമ്പിൽ ഒരു മാതൃകയുണ്ടാവും. അവർ ചിലപ്പോൾ വെളുപ്പിന് 3 മണിക്ക് എഴുന്നേൽക്കുന്നവരായിരിക്കാം. അവർ ചിലപ്പോൾ വെളുപ്പിന് 1 മണി തൊട്ട് നമ്മുടെ പാതിരപ്പിയ പുണ്യാളനൊക്കെ കുർബാനയ്ക്ക് എത്രയോ മണിക്കൂറുകൾ മുമ്പ് തന്നെ പ്രാർത്ഥിച്ച് ഒരുങ്ങുന്നു. വിശുദ്ധ പാതിരപ്പിയോ എത്രയോ മണിക്കൂറുകൾ രാവിലത്തെ കുർബാനയ്ക്ക് രാവിലെ വെളുപ്പിന് 1 മണിക്കൊക്കെ എഴുന്നേറ്റ് ഒരുക്കം തുടങ്ങും. അല്ലെങ്കിൽ 2 മണിക്ക് എഴുന്നേറ്റ് ഒരുക്കം തുടങ്ങുന്നവർ, 3 മണിക്ക് എഴുന്നേറ്റ് കുരിശിൻ്റെ വഴി നടത്തി ഒരുങ്ങി വരുന്നവർ. അപ്പോൾ ഈ മാതൃകയെല്ലാം മുമ്പിൽ വെച്ചിട്ട് നീ ആഗ്രഹിക്കണം എനിക്ക് ഇതുപോലെ വേണം. 6:45 കുർബാന, 6 മണിയാലും എഴുന്നേക്കാൻ പറ്റുന്നില്ല. ദിവസം മുഴുവൻ ഹെവിനെസ്സാണ്, വേദനയാണ്. നീ മുമ്പിൽ വെച്ച മാതൃകേനെ പോലെ ആകാൻ പറ്റുന്നില്ല. അപ്പോൾ ഈശോ പറയുകയാണ്, എന്താ പറയണത്? നീ ഏതെങ്കിലും ഒരു മാതൃകയോട് വിശ്വസ്ത പുലർത്താൻ ശ്രമിക്കണ്ട എന്ന് പറയണത്. നീ നിനക്കായി ലക്ഷ്യം വെച്ചിരിക്കുന്ന ഉത്തമ മാതൃക അനുസരിച്ച് ജീവിക്കാനാവാത്തതിൽ കുറ്റബോധം വേണ്ട. ഏതെങ്കിലും ഒരു മാതൃകയോട് വിശ്വസ്തനാകുവാൻ ഞാൻ ആവശ്യപ്പെടുന്നില്ല. എൻ്റെ സുഹൃത്താകാനും ഓരോ നിമിഷവും എൻ്റെ ദൈവിക സൗഹൃദത്തിൻ്റെ കൃപയിൽ ജീവിക്കാനുമാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. നീ എൻ്റെ അടുത്ത് വരിക, നീ എൻ്റെ സമാധാനത്തിൽ ഇരിക്കുക, നീ എൻ്റെ കൃപയിൽ നിന്ന് സ്വീകരിക്കുക, ഇതാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. അതിന് പറയാം ഏതെങ്കിലും ഒരു മാതൃക വെച്ചാൽ അതുപോലെ ആകാൻ പറ്റാത്തത് കണ്ടിട്ട് ഇങ്ങനെ കടന്ന് വിഷമിക്കുക. നമ്മൾ ചിലപ്പോൾ മൊത്തം ഇങ്ങനെ കീല് തേച്ച് നമ്മൾ മൊത്തം ഇങ്ങനെ ഈ വഴുവഴുപ്പുള്ള ഒരു ദ്രാവകം ഉണ്ടല്ലോ, എന്താ അത്, കീലോ ഗിരീസ, എന്തോ ഇങ്ങനെ ഒരു വലിയൊരു കമുക് ഇങ്ങനെ നാട്ടിയിട്ട് അതിൻ്റെ മൊത്തം ഇങ്ങനെ കീലും ഗിരീസൊക്കെ തേച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു പതാക ഒരു നിധി വെച്ചിരിക്കുകയാണ്. അത് കയറി എടുക്കാൻ വേണ്ടി മുകളിലേക്ക് പോയിട്ട് എല്ലാം ഊർന്ന് താഴ്ത്തിക്ക് പോരുന്ന മാതിരി എന്തെങ്കിലും ഒരു മാതൃക നമ്മളുടെ ജീവിതത്തിൽ ഇതുവരെ വായിച്ചുള്ള വിശുദ്ധന്മാർ ഏതെങ്കിലും ഒരു മാതൃക വെച്ചിട്ട് നമ്മൾ കയറാൻ നോക്കുമ്പോൾ കീല് തേച്ച അല്ലെങ്കിൽ ഗ്രീസ് തേച്ച കമുകെ കൂടെ എണ്ണ തേച്ച കമുകെ കൂടെ താഴ്ത്തിക്ക് ഊർന്ന് പോരുന്ന പോലെ പോരും. നമുക്ക് വലിയ കുറ്റബോധം, വിഷമം, അയ്യോ എനിക്ക് അങ്ങനെ ആകാൻ പറ്റണില്ല. ഈ വിശുദ്ധന്മാരെല്ലാം എന്തൊക്കെ വിധത്തിൽ ചെയ്തിട്ടുണ്ട്. മനപ്രയാസം, കുറ്റബോധം, സങ്കടം, നിരാശ, ആത്മീയ നൈരാശ്യം, തളർച്ച, ക്ഷീണം. ഈശോ പറയുകയാണ്, നിന്നെ ഒരു മാതൃകയോട് വിശ്വസ്ത പുലർത്താൻ വേണ്ടിയല്ല നിന്നെ ഞാൻ വിളിച്ചിരിക്കുന്നത്. ഏതെങ്കിലും ഒരു മാതൃകയോട് വിശ്വസ്തനാകാൻ വേണ്ടിയല്ല ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നത്. എൻ്റെ കൂടെ വാ, നീ എൻ്റെ അടുത്തിരിക്കുക. എൻ്റെ സുഹൃത്താകാനും ഓരോ നിമിഷവും എൻ്റെ ദൈവിക സൗഹൃദത്തിൻ്റെ കൃപയിൽ ജീവിക്കാനുമാണ് ഞാൻ നിന്നവിടെ ആവശ്യപ്പെടുന്നത്. കുരിശിൻ്റെ വലതുവശത്ത് നടന്ന കള്ളൻ അങ്ങനെ ചെയ്തത്. കിട്ടിയ സമയം കൊണ്ട് ഈശോയുടെ സൗഹൃദത്തിലേക്ക് അവൻ കയറി, ഈശോയെ അവൻ വിളിച്ചു. ബാക്കിയെല്ലാം വന്നുകൊള്ളും. എന്നോടുള്ള സൗഹൃദത്തിൻ്റെ ഫലമാണ് പൂർണ്ണത. പുണ്യ പരിപൂർണത എന്ന് പറഞ്ഞാൽ എന്താ? ഈശോയോടുള്ള ഐക്യമാണ്. ഈശോയെ പോലെ ആവുക എന്നുള്ളതാണ്.
അത് ഈശോ തന്നെ തരികയാണെങ്കിൽ പിന്നെ വേറെ എന്തിനാ നമ്മൾ കിടന്ന് വിഷമിക്കുന്നത്? എന്നോടുള്ള സൗഹൃദത്തിൻ്റെ പൂർണ്ണതയാണ്, ഫലമാണ് പൂർണ്ണത. അല്ലാതെ അത് പൂർണ്ണതയ്ക്കുള്ള ഒരു മുൻ ഉപാധിയല്ല. എന്താ? അതായത് നമ്മൾ പൂർണ്ണത പ്രാപിക്കാൻ വേണ്ടി അധ്വാനിക്കുമ്പോൾ ഈശോയുടെ സൗഹൃദം ഉണ്ടെങ്കിലേ പൂർണ്ണത കിട്ടുള്ളൂ. പൂർണ്ണതയ്ക്കുള്ളൊരു ഉപാധിയല്ല, പൂർണ്ണതയ്ക്കുള്ളൊരു മാർഗമല്ല. ഞാനാണ് പൂർണ്ണത. നീയും നിന്നെ പോലെ പല ആത്മാക്കളും ഈ കാര്യത്തിൽ ആശയക്കുഴപ്പത്തിലാണ്. എൻ്റെ സൗഹൃദം നേടിയെടുക്കുന്ന ഒന്നല്ല, നീ നിനക്കായി ഉണ്ടാക്കിയിട്ടുള്ള പൂർണ്ണതയുടെ അളവുകോലുകൾ വെച്ച് അളന്നു നേടുന്നതുമല്ല. എൻ്റെ സൗഹൃദം പരിപൂർണ ദാനമാണ്. അത് എൻ്റെ തിരുഹൃദയത്തിൻ്റെ ദാനമാണ്. ഞാനത് സൗജന്യമായി നൽകുന്നതാണ്. വളരെ കുറച്ച് ആത്മാക്കൾ മാത്രമാണ് ഇത് മനസ്സിലാക്കുന്നത്. അതാണ് വെളിപാടിൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായം 17-18 വാക്യങ്ങൾ. ഞാൻ ധനവാനാണ്, എനിക്ക് സമ്പത്തുണ്ട്, അങ്ങനെയൊക്കെ പല ദുരഭിമാനത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയുകയാണ്, ഞാൻ നിന്നെ ഉപദേശിക്കുന്നു, നീ ധനികനാകാൻ അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം നീ എന്നോട് വാങ്ങുക, നീ എൻ്റെ അടുത്ത് വരിക. നിന്റെ നഗ്നത മറ്റുള്ളവർ കണ്ട് നീ ലജ്ജിക്കാതിരിക്കാൻ ശുഭ്രവസ്ത്രങ്ങൾ എന്നോട് വാങ്ങുക. കർത്താവ് പറയാൻ, നീ എൻ്റെ അടുത്തേക്ക് വരിക. കാഴ്ച ലഭിക്കുന്നതിന് കണ്ണിലെഴുതാനുള്ള അഞ്ജനവും എന്നോട് വാങ്ങുക. ഇതാണ് പറയണത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37-ാമത്തെ വാക്യം. തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് ശബ്ദമുയർത്തി പറഞ്ഞു, ആരെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ഈ സമയം നമുക്ക് പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ആരാധന നടത്തി നമുക്ക് ദൈവകൃപ, ദൈവീക സൗഹൃദത്തിൻ്റെ കൃപയുടെ വാതിലുകൾ തുറക്കപ്പെടാൻ ദൈവമേ കൃപ തോന്നണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം. കർത്താവേ, മാനവരക്ഷകനേ, നരനുവിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ, കർത്താവേ, മാലാഖമാരോ ഞങ്ങൾ പാടി പുകഴ്ത്തുന്നു നിന്നെ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ 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 കർത്താവേ, നീ പരിശുദ്ധൻ. കർത്താവേ, അഖില ലോക നായക വാഴ്ത്തിടുന്നു ഞങ്ങൾ. ഈശോനാഥാ പുകഴ്ത്തിടുന്നു ഞങ്ങൾ. നീയല്ലോ ശരീരങ്ങൾ ഉയർപ്പേകുന്നു, നീ തന്നെ ആത്മാവിനു രക്ഷയേകുന്നു. അഖില ലോക നായക വാഴ്ത്തിടുന്നു ഞങ്ങൾ. ഈശോനാഥാ പുകഴ്ത്തിടുന്നു ഞങ്ങൾ. തുടർന്ന് കുറച്ചു നേരം ഭക്തിപൂർവ്വം നമുക്ക് ചിന്തിച്ച് നോക്കാം, എന്താണ് എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? എനിക്ക് ദൈവഭക്തിയുള്ള ജീവിതം സാധ്യമാണോ? ദൈവാത്മാവിൻ്റെ സ്വരമാണോ എൻ്റെ ആന്തരിക സമാധാനം ഭഞ്ജിക്കാൻ, എൻ്റെ ആന്തരിക സമാധാനം തകർത്ത് എൻ്റെ ഉള്ളിൽ ആശയക്കുഴപ്പമുണ്ടാക്കി എൻ്റെ ആത്മാവിൽ നിരാശ വിതയ്ക്കാൻ ആഗ്രഹിക്കുന്ന ശത്രു തരുന്ന ഉപദേശമാണോ എൻ്റെ മനസ്സിൽ ഞാൻ സ്വീകരിക്കുന്നത്? അനേക തലമുറകൾ അവരുടെ പ്രായഭേദ വ്യത്യാസമില്ലാതെ, വിശുദ്ധ ഡൊമിനിക് സാവിയോ, മരിയ ഗുരേത്തി പോലുള്ള വിശുദ്ധരൊക്കെ ചെറുപ്രായത്തിൽ തന്നെ അവർക്ക് 100% ഉറപ്പായിരുന്നു ദൈവത്തിൽ, ദൈവസഹായത്താൽ എനിക്ക് വിജയം.
അതുപോലെ തന്നെ ബ്രദർ ആൻഡ്രേ, മോൺട്രിയൽ എന്നുള്ള ബ്രദർ ആൻഡ്രേ, കാനഡയിലുള്ള മോൺട്രിയലുള്ള ബ്രദർ ആൻഡ്രേ ഗേറ്റ് കീപ്പറായിരുന്നു. അദ്ദേഹം അങ്ങനെ അവിടെ നിന്ന് പുണ്യ പരിപൂർണതയിലെത്തി. അതുപോലെ പാചകക്കാരായി കിച്ചണിൽ വർക്ക് ചെയ്ത് എത്രയോ പേര് വിശുദ്ധ പദവിയിലേക്ക് ഉയർന്നു. സർക്കാർ ഉദ്യോഗസ്ഥരുന്ന എത്രയോ പേര് സന്യാസ ജീവിതം, എല്ലാ മണ്ഡലങ്ങളിലുള്ളവരെ വിശുദ്ധിയിലേക്ക് കർത്താവ് കൈപിടിച്ചിട്ടുണ്ട്. നമുക്ക് ഈ സമയം ശക്തിയോടെ വിശ്വാസ പ്രമാണം ചൊല്ലി നമുക്ക് കർത്താവിലുള്ള വിശ്വാസം നമുക്ക് ഏറ്റുപറയാം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. രണ്ട് കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവിനെ വിളിച്ചപേക്ഷിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധ കൈകൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, വേഗം പറന്നിറങ്ങണമേ. ഉന്നതമായ പ്രസാദവരങ്ങൾ ദാസകേണമേ. പരിശുദ്ധാത്മാവേ, വേഗം പറന്നിറങ്ങണമേ. ഉന്നതമായ പ്രസാദവരങ്ങൾ ദാസകേണമേ. ഉന്നതമായ പ്രസാദവരങ്ങൾ ദാസകേണമേ. ദാസകേണമേ. പരിശുദ്ധാത്മാവിന്റെ ലുത്തിനിയ പ്രാർത്ഥന എളിമയോടെ ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. സർവശക്തനായ പിതാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിന്റെ അനാദിയായ പുത്രനും ലോകരക്ഷകനുമായ യേശുവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും അമേയമായ ജീവനായ പരിശുദ്ധാത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കണമേ. പിതാവിനും പുത്രനും സമനായ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കണമേ. പിതാവിന്റെ വാഗ്ദാനമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗീയ പ്രകാശത്തിന്റെ കതിരേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാ നന്മകളുടെയും കാരണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗീയ നീരുറവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദഹിപ്പിക്കുന്ന അഗ്നിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആർദ്രമായ സ്നേഹമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആത്മീയ അഭിഷേകമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്നേഹത്തിന്റെയും സത്യത്തിന്റെയും അരൂപിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജ്ഞാനത്തിന്റെയും ബുദ്ധിയുടെയും അരൂപിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സതുപദേശ
ഉപദേശത്തിന്റെയും ആത്മശക്തിയുടെയും അരൂപിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അറിവിന്റെയും ഭക്തിയുടെയും അരൂപിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സമാധാനത്തിന്റെയും ശാന്തതയുടെയും അരൂപിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിനയത്തിന്റെയും നിഷ്കളങ്കതയുടെയും അരൂപിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആശ്വാസദായകനായ പരിശുദ്ധാത്മാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധീകരിക്കുന്ന ആത്മാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. തിരുസഭയെ ഭരിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അത്യുന്നതനായ ദൈവത്തിന്റെ ദാനമായ പരിശുദ്ധാരൂപിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അരൂപിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമക്കളുടെ പുത്രസ്വീകാര്യത്തിന്റെ അരൂപിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവേ പാപത്തെ കുറിച്ചുള്ള ഭയത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ അവിടുന്ന് എഴുന്നള്ളി വന്ന് ഭൂമുഖം നവീകരിക്കണമേ. പരിശുദ്ധാത്മാവേ അങ്ങേ പ്രകാശം ഞങ്ങളുടെ ആത്മാക്കളിൽ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങയുടെ നിയമം എഴുതണമേ. പരിശുദ്ധാത്മാവേ അങ്ങയുടെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കത്തിജ്വലിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ അങ്ങയുടെ പ്രസാദവരങ്ങളുടെ ഭണ്ഡാകാരം ഞങ്ങൾക്കായി തുറക്കണമേ. പരിശുദ്ധാത്മാവേ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ സ്വർഗീയ പ്രചോദനത്താൽ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ രക്ഷയുടെ വഴിയിലൂടെ ഞങ്ങളെ നയിക്കണമേ. പരിശുദ്ധാത്മാവേ ആവശ്യമായ ഒരേ ഒരു ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവേ നന്മ അഭ്യസിക്കാൻ പ്രചോദനം നൽകണമേ. പരിശുദ്ധാത്മാവേ എല്ലാ പുണ്യങ്ങളുടെയും യോഗ്യത ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവേ നീതിയിൽ ഞങ്ങളെ നിലനിർത്തണമേ. പരിശുദ്ധാത്മാവേ അവിടുന്ന് ഞങ്ങളുടെ നിത്യമായ പ്രതിഫലമാകണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ ഞങ്ങളിൽ വർഷിക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ ജ്ഞാനത്തിന്റെയും ഭക്തിയുടെയും അരൂപിയെ ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങേ വിശ്വാസികളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. അങ്ങേ സ്നേഹാഗ്നി ഞങ്ങളിൽ ജ്വലിപ്പിക്കണമേ. പ്രാർത്ഥിക്കാം. ഓ കാരുണ്യവാനായ പിതാവേ, അങ്ങേ ദിവ്യാരൂപി ഞങ്ങളെ പ്രകാശിപ്പിക്കുകയും ജ്വലിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. സ്വർഗീയ നദി ഞങ്ങളിൽ ഒഴുക്കി സൽപ്രവർത്തികൾ ചെയ്യാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. അങ്ങയോടുകൂടി നിത്യം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെയും പരിശുദ്ധാത്മാവിന്റെയും ഐക്യത്തിൽ ഞങ്ങളുടെ യാചനകൾ സാധിച്ചു തരണമേ. ആമേൻ. രണ്ട് കരങ്ങൾ ഉയർത്തി നമുക്ക് ഉറക്കെ സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ആത്മാവേ, ആരാധന 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 ആരാധന. ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്നേഹന്മാരിലിറങ്ങി വസിച്ചൊരു പരിശുദ്ധാത്മാവേ, നിൻ പ്രിയ സുതരെ ദിവ്യവരത്താ പൂരിതരാകണമേ. പൂരിതരാകണമേ. സ്നേഹന്മാരിലിറങ്ങി വസിച്ചൊരു പരിശുദ്ധാത്മാവേ, നിൻ പ്രിയ സുതരെ ദിവ്യവരത്താ പൂരിതരാകണമേ. പൂരിതരാകണമേ. സ്നേഹം നട്ടു വളർത്തിയ പാവന ശാന്തി പരത്തിടുവാൻ. സ്നേഹം നട്ടു വളർത്തിയ പാവന ശാന്തി പരത്തിടുവാൻ. തളർന്നു താഴും കരളിൽ പുത്തൻ ജീവനോട് തിടുവാൻ.
സ്നേഹന്മാരിലിറങ്ങി വസിച്ചൊരു പരിശുദ്ധാത്മാവേ, നിൻ പ്രിയസുതരെ ദിവ്യവരത്താൽ പൂരിതരാക്കണമേ, 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 പൂരിതരാക്കണമേ. പരിശുദ്ധ മാതാവിൻ്റെ വിമല ഹൃദയ പ്രതിഷ്ഠയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഭക്തിപൂർവം നമുക്ക് ഈ പ്രതിഷ്ഠ ചെയ്യാം. ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യവർഗത്തിന്റെ അഭയവുമായ പരിശുദ്ധ മറിയമേ, യുദ്ധം കൊണ്ടും അവിശ്വാസം കൊണ്ടും അധപതിച്ചു പോകുന്ന ലോകത്തെയും പല വിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയെയും വിവിധ സങ്കടങ്ങൾ നിമിത്തം വലയുന്നവരായ ഞങ്ങളെയും അങ്ങേ അമലോത്ഭ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. മിശിഹായുടെ സമാധാനം ഞങ്ങൾക്കും ലോകത്തിനുമായി വാങ്ങിത്തരണമേ. അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായ ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണമേ. തിരുസഭാംബിയെ, തിരുസഭയ്ക്ക് സർവ സ്വാതന്ത്ര്യവും സമാധാനവും അരുളണമേ. വിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും പാതയിലൂടെ ദൈവജനത്തെ അങ്ങ് നയിക്കണമേ. മാനവവംശത്തിനു വേണ്ടിയുള്ള ഈശോയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്തത പുലർത്തി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അമലോത്ഭവ ഹൃദയമേ, മനുഷ്യഹൃദയങ്ങളിൽ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ മാർപ്പാപ്പമാർ അങ്ങേക്ക് സമർപ്പിച്ചിട്ടുള്ളതും കാലാകാലങ്ങളിൽ നവീകരിക്കുന്നതുമായ ഈ പ്രതിഷ്ഠയെ സ്വീകരിച്ച് അങ്ങേ അമലോത്ഭവ ഹൃദയത്തിന്റെ സ്വന്തമായി ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആമേൻ. മറിയത്തിന്റെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തുടർന്ന് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദ ശുശ്രൂഷയാണ്. മുട്ടമേൽ നിന്ന് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഈശോയെ, 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 ഈശോയെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഈശോയെ, വളർത്തിയ പാവന ശാന്തി പരത്തിടുവാൻ തളർന്നു താഴും കരളിൽ പുത്തൻ ജീവനുണർത്തിടുവാൻ, ജീവനുണർത്തിടുവാൻ. സ്നേഹന്മാരിലിറങ്ങി വസിച്ചൊരു പരിശുദ്ധാത്മാവേ, നിൻ പ്രിയസുതരെ ദിവ്യവരത്താൽ പൂരിതരാക്കണമേ, പൂരിതരാക്കണമേ, പൂരിതരാക്കണമേ. പരിശുദ്ധ മാതാവിൻ്റെ ഈരടി ആലപിച്ച് പരിശുദ്ധ അമ്മയോട് നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും നമ്മുടെ കൂടെ ഈ ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന സകല മക്കൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കന്യകമേരിയമ്മേ, കാവൽ മാലാഖമാരേ, നിത്യവും കാത്തിടണേ, കൂടെ നടന്നിടണേ, സാത്താനെ ദൂരെ അകറ്റിടണേ, സാത്താനെ ദൂരെ അകറ്റിടണേ. ആവേ മരിയ, ആവേ മരിയ, കന്യകമേരിയമ്മേ, ആവേ മരിയ, ആവേ മരിയ, കന്യകമേരിയമ്മേ. ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ.